ഹായ്, എല്ലാവർക്കും മിജിസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം രാവിലെ മക്കൾക്കുള്ള കോഫി അങ്ങ് തയ്യാറാക്കി. എന്നിട്ട് ഒരു ഗ്ലാസ് എടുത്ത് കൊണ്ട് കൊടുത്തിട്ട് വേണം കൊച്ചുമോനെ വിളിക്കാനായിട്ട്. ഇപ്പോൾ ഒരു 5:15 അതുകൊണ്ട് കൊടുത്തെങ്കിലേ അവനെ എണ്ണിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാനിന്ന് പാസ്ത ഉണ്ടാക്കുന്നവന് കൊടുത്തു വിടാനും ബ്രേക്ക്ഫാസ്റ്റിനുമായിട്ട് ഞാൻ ഉപ്പിട്ട് വെള്ളം തിളച്ചതിന് ശേഷം പാസ്ത ഇട്ട് കൊടുത്തു. എന്നിട്ട് അതൊന്ന് നന്നായി തിളച്ചതിന് ശേഷം ഞാൻ പിന്നെ തീ അങ്ങ് ഓഫാക്കും. എന്നിട്ട് ആ ചൂടുവെള്ളത്തിൽ കിടന്നാണ് പാസ്ത വേവുന്നത്. അപ്പം നമ്മുടെ ഗ്യാസ് ലാഭമുണ്ട്. അതിന് ശേഷം ഞാൻ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് നോർമൽ വാട്ടർ ഒഴിച്ച് 1-2 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കും. അപ്പോൾ ഇന്ന് പാസ്തയ്ക്കകത്ത് ഇടാനായിട്ട് പച്ചക്കറികളൊന്നുമില്ല, സവാള മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ക്യാപ്സിക്കം, ക്യാരറ്റ്, കാബേജ് ഒക്കെ ഞാൻ ഇടുന്നതാണ്. അപ്പോൾ 2 സവാള ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് ചീനച്ചട്ടി വെച്ച് ഓയിൽ ഒഴിച്ച് അതിലേക്ക് സവാള ഇട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള ഒന്ന് വാടി വഴന്ന് വന്നപ്പോഴത്തേക്കിന് അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതിൻ്റെ എല്ലാം പച്ചമണം പോകേണ്ട ഞാൻ പിന്നെ ഇച്ചിരി ടൊമാറ്റോ സോസും മയോണൈസും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സ്വല്പം വെള്ളം ഒഴിച്ച് കൊടുത്ത് ടൊമാറ്റോ സോസും മയോണൈസും ഒക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാം. അപ്പം നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണെങ്കിൽ ഇവിടെ 2 മക്കൾക്കും വളരെ ഇഷ്ടമാണ്. കൊച്ചുമോന് രാവിലെ കഴിച്ചിട്ട് പോകുന്നതെന്ന് ചോദിച്ചാലും പറയും, എന്നാൽ ഞാൻ കഴിച്ചിട്ട് പോകുന്നെന്ന്. അത്രയ്ക്ക് അവർക്ക് ഇതൊക്കെ ഇഷ്ടമാണ്. രാവിലത്തെയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ചപ്പാത്തിക്ക് ഒരു വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത്. ഇവിടെ സ്ഥിരം വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ആയിരിക്കും. കാരണം നമുക്കിവിടെ മാർക്കറ്റിൽ അവൈലബിളായിട്ട് പച്ചക്കറികൾ കൂടുതലും കിട്ടുന്നത് വെണ്ടയ്ക്ക, കാബേജ്, ബീൻസൊക്കെ ചിലപ്പോൾ കിട്ടത്തില്ല, പയർ, ഇതൊക്കെയാണ് നമുക്ക് കൂടുതലും കിട്ടുന്നത്. അപ്പോൾ അതിങ്ങ് വാങ്ങിച്ചുകൊണ്ട് വരും. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഇവിടെ ചപ്പാത്തിക്ക് ഇവർക്ക് ഇങ്ങനെ കറിയായിട്ട് വേണമെന്നൊന്നുമില്ല, ഇങ്ങനെ മെഴുക്കുവരട്ടി ടൈപ്പ് ആണെങ്കിലും അവർക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി എൻ്റെ കൊച്ചു മോനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഞാനൊന്ന് അടപ്പത്ത് വെച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഉപ്പും ഒക്കെ ഇട്ട് ഹൈ ഫ്ലെയിമിലൊന്ന് ആദ്യം ഒന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ തീ കുറച്ചും കൂട്ടിയാക്കി അത് കുറേ സമയം എടുക്കും. അങ്ങനെ തീ കൂട്ടിയും കുറച്ചുമൊക്കെ നമ്മുടെ മെഴുക്കുവരട്ടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പം മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ കറി എന്താ വെക്കുന്നതെന്ന് ചിന്തിച്ചിരുന്നുണ്ടേ. പച്ചക്കറി അങ്ങനെ കറി വയ്ക്കാനായിട്ട് പച്ചക്കറികളൊന്നും ഇല്ലായിരുന്നു. ഡാള് ഇരിപ്പുണ്ട്. ഡാള് കറി അവിടെ എല്ലാവർക്കും അങ്ങോട്ട് ഇഷ്ടമല്ല. മീനും കിട്ടാൻ ഇപ്പം ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ടുള്ള പ്രയാസമാണ്. ഇന്നലെ ചിക്കൻ കറി ഉണ്ടാക്കിയായിരുന്നു. അപ്പം ഞാൻ ചിന്തിച്ചെന്നാൽ പപ്പടം ഇരിപ്പുണ്ട്, എന്നാൽ പിന്നെ ഒന്നും ചിന്തിച്ചില്ല, പപ്പടം കറി ഉണ്ടാക്കാമെന്ന് വെച്ച്. അപ്പം ഞാൻ ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടേ. അപ്പം ചൂട് ചോറിൻ്റെ കൂടെ നല്ല അടിപൊളി ഒരു പപ്പടം കറി അങ്ങ് തയ്യാറാക്കി. ഇത് ചെയ്യാനാണെങ്കിലും വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ടുള്ള വീഡിയോ ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ മിജീസ് കിച്ചൻ ചാനൽ വ്ലോഗിൽ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.